ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും KDM വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീട്ടുപണി അപാരതയാണ്. ഇന്ന് വൈഫ് ഇന്നലെ പല്ല് വളച്ച് വന്നതുകൊണ്ട് വീട്ടിൽ ഇന്നത്തെ ഫുള്ള് പണി ഞാനാണ് എടുക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്കുള്ളതാണ്, അവർക്ക് സുഖമില്ലാണ്ടാകുമ്പോഴൊക്കെ നമ്മൾ തന്നെയാണ് പണിയെടുക്കൽ. പക്ഷെ ഇന്നത്തെ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ച്. അവർ രാവിലെ ലോഡൊക്കെ ഇറക്കി വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഞാൻ നല്ല നൈസായിട്ടൊരു അവർക്ക് പൊടിയരിക്കഞ്ഞി ഇത്തിരി പയറൊക്കെ ഇട്ടിട്ട് വെച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചോറും മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതും കൂടെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. എളുപ്പമായിട്ട് അതിൻ്റെ ഇടയിൽ കണ്ണാപ്പീൻ്റെ ഓരോ വികൃതികൾ കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ വലിച്ച് വാരിയിടുക അങ്ങനെ. അപ്പോൾ നമ്മൾ ആ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് നല്ല മൂപ്പിച്ച്, വലിയ ഉള്ളിയും അരിഞ്ഞിട്ട്, വലിയ ഉള്ളിയും ഇതൊക്കെ തക്കാളി ഇടരുത് കേട്ടോ. തക്കാളി ഇടാണ്ട് തന്നെ ഇതിങ്ങനെ നന്നായി ഇളക്കി വേവിച്ചതിന് ശേഷം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി നന്നായി വഴഞ്ഞിട്ടു. നന്നായി വഴറ്റിയതിന് ശേഷം തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോഴത്തേനും കോഴിമുട്ട നമ്മൾ ചോറിൻ്റെ ഒപ്പം ഇട്ടിട്ട് നന്നായി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ചോറ് ഊറ്റിച്ച് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് ഇത്തിരി വെള്ളം കൂടെ വെച്ചിട്ട് നന്നായിട്ടാണ്ട് ഇളക്കി വെക്കുക. നല്ല ഇളക്കിയിട്ട് നല്ല മിക്സാക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ പരുവാകും. ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക. പിന്നെ അപ്പോഴത്തേനും തണുത്തുണ്ടാവും. ആ കോഴിമുട്ടയൊക്കെ എടുത്തൊന്ന് പൊട്ടിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ കോഴിമുട്ട അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഈ ഗ്രേവിയൊക്കെ എടുത്തിട്ട് കോഴിമുട്ടേൻ്റെ മേലേക്ക് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി. പിന്നെ അതിന് ശേഷമല്ലേ കുറച്ച് കറിവേപ്പിലയും മേലിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് വെച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മക്കളെ ചോറുണ്ണാൻ അത് മതി. അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും വേണ്ടിയിട്ട് ബൈ.